അതെ, നമ്മൾ 2025 പ്രവേശിച്ചിരിക്കുന്നു. അതെ, നിങ്ങൾ അറിയാൻ പോകുന്നത് സത്യം തന്നെ. 2025 ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വർഷമാണെന്ന ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പിക്കും. ലോകത്ത് ഇന്നേ വരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും പ്രവചിച്ച ഇവരുടെ വാക്കുകൾ ആളുകൾ അത്രയും ഭയത്തോടെയാണ് ഉറ്റുനോക്കുന്നത്. 2024 പല പ്രകൃതി ദുരന്തങ്ങളും പല മാറ്റങ്ങളും ഇവരുടെ നാവിൽ നിന്നും വന്നതിനപ്പുറം ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നതാണ് ചിലരുടെ വാദം. എന്നാൽ ഇവർ പറയുന്നതിലും സത്യങ്ങളുണ്ട്. ബാബ വാങ്ക, അന്ധയായിരുന്ന ഇവരുടെ വാക്കുകൾ കാഴ്ചയുള്ളവരെക്കാൾ ഭീമമായിരുന്നു എന്നതാണ് ഇപ്പോഴും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. അവളുടെ വാക്കുകൾ പ്രവചനങ്ങളും ഇന്നേ വരെ നടന്നിട്ടുണ്ട് എന്നതാണ് ആളുകളെ അത്രയധികം ഭീതിയിലായിരുന്നത്. 2025 നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് അവൾ പറഞ്ഞ പല കാര്യങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കേരളത്തിൻ്റെ മുല്ലപ്പെരിയാർ ബോംബിൻ്റെ തകർച്ച ഓട്ടോമൻ ബൾഗേറിയക്കാരിയുടെ പ്രവചനത്തിലൂടെ ഈ 2025 യഥാർത്ഥമാവുമോ എന്നത് ഈ വീഡിയോയിൽ നിന്നും നമുക്ക് നേരിൽ കാണാം. അവൾ പറഞ്ഞതിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരോഗ്യമേഖലയിലുള്ള വലിയ കണ്ടുപിടുത്തവും വളർച്ചയുമൊക്കെയാണ്. കോടിക്കണക്കിന് ജനങ്ങളാണ് ഓരോ വർഷവും ക്യാൻസർ മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ ഇതിനായിട്ടുള്ള ഒരു യഥാർത്ഥ വാക്സിന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ച വാക്സിനുകളൊന്നും ഇതിനെ പ്രതിരോധിക്കാൻ ശക്തിയുമുള്ളതുമല്ല. എന്നാൽ ഇതിനെ തളച്ചിട്ടുകൊണ്ട് ഇപ്പോൾ റഷ്യ ഒരു പുതിയ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതാണ് mRNA വാക്സിൻ. ക്യാൻസർ ഉണ്ടാവുന്നത് പലതരത്തിലാണ്. പാരമ്പര്യമായിട്ടും കോശങ്ങളിലുണ്ടാകുന്ന ഓരോ വ്യതിയാനങ്ങളും, കെമിക്കൽ, സ്മോക്കിംഗ്, റേഡിയേഷൻ, അങ്ങനെ പലതരത്തിലാണ് ക്യാൻസർ നമുക്ക് പിടിപെടുന്നത്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ശരീരം ഒട്ടാകെ ബ്ലഡിലൂടെയും മറ്റും പകർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ അത്രയധികം പ്രയാസകരവുമാണ്. എന്നാൽ റഷ്യ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത് കണ്ടുപിടിക്കാനുള്ള കഴിവുള്ളവയാണ്. ഉടൻ തന്നെ അവയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളും ആ വാക്സിൻ ആരംഭിക്കും. ബാബ വാങ്കയുടെ അടുത്ത ഒരു പ്രവചനം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതിലുപരി ഭയപ്പെടുത്തുന്നതും കൂടിയാണ്. അത് എക്സ്ട്രാ ടെറസ്ട്രിയൽസുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. അതായത് അന്യഗ്രഹ ജീവികളുമായുള്ള യുദ്ധം. ഇത് വളരെ വിശാലമായി കിടക്കുന്ന ഒരു വിഷയമാണെങ്കിലും ബാബ വാങ്കയുടെ ഈ പ്രവചനം അങ്ങനെ തള്ളിക്കളയാനുമാവില്ല. ലോകം എത്ര വളർന്നിട്ടുണ്ടെങ്കിലും ഇന്നേവരെ അന്യഗ്രഹ ജീവികളെ കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നത് പറയുന്നുണ്ടെങ്കിലും ഏരിയ 51 പോലുള്ള നിഗൂഢ പ്രദേശങ്ങളെക്കുറിച്ച് ഇപ്പോഴും വാദങ്ങൾ ഉയരുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഏരിയ 51-ൽ ഏലിയന്റെ സാന്നിധ്യമുണ്ടെന്നത് ഗവൺമെന്റ് മറച്ചു വെക്കുകയാണ് എന്നതാണ് നിഗൂഢമായ വാദങ്ങളിൽ ഒന്ന്. എന്നാൽ ഈ നിഗൂഢതകൾക്കപ്പുറമാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ. ഏലിയനുകൾ ഭൂമിയിലേക്ക് വരികയും മനുഷ്യരുമായി അവർ യുദ്ധം ചെയ്യുകയും മനുഷ്യർക്ക് ഭൂമിയിൽ വസിക്കാനാവാത്ത വിധം ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുമെന്നതാണ് വർഷങ്ങൾക്ക് മുമ്പേ ബാബ വാങ്ക പ്രവചിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് 2025 നടക്കുമോ എന്നതിൽ സംശയം തന്നെയാണ്. ബാബ വാങ്കയുടെ അടുത്ത വാദം യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുള്ള വലിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്. ഇത് രാജ്യങ്ങളൊട്ടാകെയുള്ള യുദ്ധങ്ങളിലേക്ക് നയിക്കുമെന്നതാണ് ബാബ വാങ്ക ഇതിൽ ഊന്നൽ നൽകുന്നത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നിരവധി കുഞ്ഞുങ്ങൾ രക്തസാക്ഷികളാവുകയും ചെയ്ത വാർത്തകൾ നാം കേൾക്കുന്നതാണ്. ഇതൊരു രാജ്യ യുദ്ധങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ രാജ്യമൊട്ടാകെ ഒരു പ്രതിസന്ധിയിലായിരിക്കുമെന്ന് ഒക്കെയാണ് ഇവരുടെ വാദത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നാലാമതായി പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ് ഇവരുടെ പ്രവചനം. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളിൽ വോൾക്കാനോ ആക്ടിവിറ്റിയുടെ പൊട്ടിത്തെറിയും ഭൂമികുലുക്കവുമെല്ലാം നിരവധി ജീവനുകൾ എടുക്കുമെന്നതാണ് അവരുടെ ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനം. ഇക്കാര്യം ഒരു സംശയവുമില്ലാതെ നമുക്ക് വിശ്വസിക്കാം. കാരണം ഓരോ വർഷവും ഉയർന്നു വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ അത്രയധികം ഭയപ്പെടുത്തുന്നതാണ്. 2023 ചെറിയൊരു പ്രളയത്തിൽ തുടങ്ങി 2024 അതൊരു വലിയ ഉരുൾപൊട്ടലും ആയിരക്കണക്കിന് ജനങ്ങളുടെ മരണത്തിലേക്ക് നയിച്ചത് മുതൽ 2025 ഇതൊരു സുനാമിയിലേക്ക് എത്തിക്കൂടാ എന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. കാരണം കേരളത്തിൽ പൊട്ടാൻ ഒരുങ്ങിക്കിടക്കുന്ന ഒരു ബോംബുണ്ട്. അതാണ് മുല്ലപ്പെരിയാർ ഡാം. ലക്ഷക്കണക്കിന് ജീവനുകൾ കടലിലേക്ക് ഒഴുക്കാൻ ശക്തിയുള്ള ഈ ഡാമിൻ്റെ തകർച്ച ഒരുപക്ഷെ 2025 ബാബ വാങ്കയുടെ ചില പ്രവചനങ്ങൾ വിഡിത്തമായി തോന്നിയിട്ടുണ്ടെങ്കിലും അത് നടക്കാതെ പോയിട്ടില്ല എന്നതാണ് വാസ്തവം. 1976 ആഗസ്റ്റിൽ, അതായത് വാങ്ക മരിക്കുന്നതിന് 2 മാസം മുമ്പ്, സിൽവാന അർമോനിലിയ എന്ന സ്ത്രീ ബൾഗേറിയയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ബാബ വാങ്കയെ കണ്ട് തൻ്റെ ഭാവി അറിയാൻ തീരുമാനിച്ചു. ഈ കൂടിക്കാഴ്ച ഒരുപക്ഷെ അവർക്ക് രണ്ടുപേർക്കും അത്ര ശുഭകരമല്ലായിരുന്നു.
ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നതല്ലാതെ വാങ്ക കാര്യമായിട്ടൊന്നും പ്രവചിച്ചില്ല. എങ്കിലും അവസാനം അവർ ഇത്രമാത്രം പറഞ്ഞു: ഇല്ല, എനിക്ക് കാര്യമായിട്ടൊന്നും നിങ്ങളോട് പറയാനില്ല. അതുകൊണ്ട് നിങ്ങൾ പോയി 3 മാസം കഴിഞ്ഞ് മടങ്ങി വരൂ, എന്നിട്ടാവാം. സിൽവാന പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വാങ്ക തുടർന്നു: നിൽക്കൂ സഹോദരി, സത്യത്തിൽ നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയില്ല. പോയിക്കോളൂ. 3 മാസം കഴിഞ്ഞു തിരിച്ചു വരാൻ സാധിക്കുമെങ്കിൽ വരൂ. സിൽവാന ഇത് അവരുടെ മരണപ്രവചനമായി കണക്കാക്കി കണ്ണീരോടെ അവിടെ നിന്നും സ്ഥലം വിട്ടു. 2 മാസത്തിന് ശേഷം സിൽവാനയും അവരുടെ സഹോദരി മിച്ചാനയും 1976 10-ാം തീയതി ഒരു കാർ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ഇനി മുല്ലപ്പെരിയാറിന്റെ അപകടവും ഇതുപോലെ തന്നെയാകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾ ആദ്യമേ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.